ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു ദി ചാനൽ ആൻഡ് സ്റ്റൈലോ. നമുക്ക് ഇന്ന് പാറ്റേൺ മേക്കിങ്ങിൻ്റെ ഫസ്റ്റ് ഇയറിൻ്റെ ആൽബത്തിൻ്റെ വീഡിയോ കാണാം കേട്ടോ. നമ്മൾ ഇതിന് മുന്നേ കാണിച്ചത് ഗാർമെൻറ്റ് കൺസ്ട്രക്ഷൻ്റെ ബുക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ഇതൊന്നും എൻ്റെ ആൽബം അല്ല, എൻ്റെ റെക്കോർഡല്ല എന്ന് കേട്ടോ. അപ്പോൾ ഇതെൻ്റെ ഫ്രണ്ട് ധന്യച്ചിയുടെ റെക്കോർഡാണ്. അപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാറ്റേൺ മേക്കിംഗ് ആണ്. അത് നമ്മൾ ഓരോ പാറ്റേണുകൾ ഉണ്ടാക്കുമ്പോൾ നമ്മളത് ബ്രൗൺ ഷീറ്റിൽ ഇതുപോലെ വെട്ടിയെടുക്കും. അതുപോലെയുള്ള ഓരോ പാറ്റേൺസ് ആണ് കേട്ടോ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഇയറിൽ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ എല്ലാം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിലിപ്പോൾ കാണിച്ചിരിക്കുന്നത് ബേസിക് ഹാഫ് സ്ലീവ് ആണ്. ഇതിൽ പ്രത്യേകിച്ച് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര എണ്ണം വേണം, അതുപോലെ തന്നെ ഗ്രേറ്റ് ലൈൻസ്, അതുപോലെ തന്നെ നമ്മുടെ സ്റ്റിച്ചിങ് അലവൻസ്, അതൊക്കെ കാര്യങ്ങളാണ് കൊടുത്തേക്കുന്നത്. ഇപ്പോഴത്തെ ഇതിൽ വെച്ചിട്ട് നോക്കുമ്പോൾ നമ്മൾ സ്റ്റിച്ചിങ് അലവൻസ് ഒന്നും പാറ്റേൺ മേക്കിങ്ങിൽ ഇടുന്നില്ല കേട്ടോ. പക്ഷെ ഞങ്ങൾക്ക് ആ സമയത്ത് സ്റ്റിച്ചിങ് അലവൻസ് ഒക്കെ ഇട്ടായിരുന്നു. ഇതുപോലുള്ള ഓരോ സ്ലീവുകളുടെ പാറ്റേണുകളാണ് ഈ കാണിക്കുന്നത്. ഈ നമ്മൾ ഒരു കവറിലാണ് ഇതൊക്കെ ഇട്ട് വെക്കുന്നത്. അതിനുശേഷം നമ്മൾ ഇതുപോലെ ഒരു ബുക്കിലാക്കിയിട്ട് ഒട്ടിച്ച് വെക്കും. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെറ്റൽ സ്ലീവ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്ലീവിൻ്റെയാണ്. നമ്മൾ ഇതുപോലുള്ളൊരു കൂടുതൽ നമ്മുടെ കയ്യിൽ പാറ്റേണുകൾ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഒരു പിന്ന് വെച്ചിട്ട് ഒക്കെ കൂടിയിട്ട് ഒന്ന് ജോയിൻ ചെയ്ത് വെക്കും. ഇത് പെറ്റൽ സ്ലീവ് എന്ന് പറഞ്ഞില്ലേ, ഇതിപ്പോൾ 2 എണ്ണം ഉണ്ട്. അതും ഒരു സ്ലീവിന് വരുന്നത് തന്നെയാണ്. അപ്പോൾ കണ്ട അതിൽ മാർക്ക് ചെയ്തേക്കുന്ന കാര്യങ്ങളൊക്കെ നോക്കിയേ. ഗ്രേറ്റ് ലൈൻ, അതുപോലെ തന്നെ എത്ര പാറ്റേൺസ് ഉണ്ട്, സെൽവെഡ്ജ്, അതൊക്കെ നോക്കും. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റിച്ചിങ് അലവൻസ്, ഈ കാര്യങ്ങളൊക്കെ ഈ കവറിൻ്റെ മുകളിൽ നമ്മളിത് മെഷർമെൻറ്റ്സും അതുപോലെ തന്നെ സ്റ്റൈൽ നമ്പർ, പാനൽ നമ്പർ, നമ്മുടെ പേര്, പിന്നെ സ്റ്റൈൽ ഫിഗർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് എഴുതി വെച്ചേക്കുന്നത്. ഇതുപോലെയുള്ള കുറേ സ്ലീവ്സ് ആട്ടോ നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്നത്. അടുത്തത് നമ്മുടെ ഹാഫ് സ്ലീവുകൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫുൾ സ്ലീവ്സ് ആണോ ചെയ്യുന്നത്. ഇത് അതിൽ പറഞ്ഞാണ് ലെഗ് ഓഫ് മട്ടൺ സ്ലീവ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ എങ്ങനെയാണ് വരുന്നതെന്നാണ് കാണിച്ചിരിക്കുന്നത്. ആ ക്രോസിലായിട്ടുള്ള ലൈൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ കട്ടിങ് വെച്ചിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നതാട്ടോ. അതൊക്കെ അപ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഇത് തയ്ക്കാൻ വേണ്ടി ആവശ്യം, അതായത് നമ്മുടെ ക്രോസ് പീസുകൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയും എല്ലാം നമുക്ക് തയ്ക്കാനായിട്ട് എന്തൊക്കെ വേണം, തുണിയിൽ എന്തൊക്കെ വെട്ടണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ പാറ്റേൺസ് നമ്മൾ ഇതിൽ ഉണ്ടാക്കി വെക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് കോളറുകളാണ് വരുന്നത്. സ്റ്റാൻഡ് കോളർ, ഷർട്ട് കോളർ, സെയിലർ കോളർ, പിന്നെ ഷോൾ കോളർ, അങ്ങനത്തെ ഓരോരോ കോളറുകളാണ് വരുന്നത്. ഈ കോളർ നമ്മൾ അധികം ഒന്നും യൂസ് ചെയ്യാത്തൊരു കോളറാണ്. നമ്മളിത് തയ്ച്ചത് ഞാൻ ഗാർമെൻറ്റ് കൺസ്ട്രക്ഷനിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഒരു സൈഡാണ് വരുന്നത്. അപ്പോൾ അതാ കണ്ടില്ലേ. അപ്പോൾ ഇപ്പുറത്തെ സൈഡ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ഒരു മാർക്ക് ചെയ്ത് കൊടുക്കും, ഫോൾഡ് ലൈൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെയാണ് ഇത് ചെറുതാക്കാൻ പറ്റുന്നത്. അല്ലാണ്ട് ഫുള്ളായിട്ട് നമുക്ക് വെട്ടാൻ പറ്റില്ലല്ലോ, കൂടുതൽ പേപ്പർ വേണ്ടേ. അതുകൊണ്ട് നമ്മൾ ഫോൾഡ് ലൈനൊക്കെ ഇട്ടിട്ട് ഇതുപോലെ മാർക്ക് ചെയ്യും. അതിനുശേഷം നമുക്ക് വരുന്നത് പാവാടകളാണ്, സ്കേർട്ടുകൾ, പലതരത്തിലുള്ള സ്കേർട്ടുകൾ. അതിലെനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സർക്കുലർ സ്കേർട്ടാണ്. അത് നമ്മുടെ അംബ്രല്ല സ്കേർട്ട് ഉണ്ടല്ലോ, അതിൽ വലിയൊരു പാറ്റേൺ തന്നെ ആവശ്യമുണ്ടായിരുന്നു. ഇതിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പാറ്റേണിൻ്റെ 2 സൈഡും ഫോൾഡ് ഇട്ടിട്ടാണ് നമ്മൾ പാറ്റേണിൽ കട്ട് ചെയ്തെടുത്തേക്കുന്നത്. കണ്ടോ, ആ സൈഡിലുണ്ട് ഫോൾഡ്, ഒരു മാർക്ക് കണ്ടില്ലേ, ആരോ മാർക്ക് പോലെയൊക്കെ ആയിട്ട്, അത് രണ്ടും. ഇത് കുറച്ച് കൂടുതൽ നമുക്ക് ബ്രൗൺ ഷീറ്റൊക്കെ ആവശ്യം വന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ആവശ്യമുള്ള ബൈൻഡിങ്, അതായത് നമ്മുടെ അരപ്പട്ടയൊക്കെ വെക്കുന്നതിനുള്ള കാര്യങ്ങളും ഒക്കെ നമ്മൾ അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കും കേട്ടോ. ഇപ്പോൾ അതിൻ്റെ തന്നെ വേരിയേഷൻസാണിത്, കൂടുതൽ സ്കേർട്ടുകൾ കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബേസിക് ബോഡീസാണ്, അതായത് നമ്മുടെ ടോപ്പ് ഉണ്ടല്ലോ, നമ്മുടെ ബ്ലൗസ് പോലത്തെ, ഇതും അതുപോലുള്ള ഒരു സംഭവമാണ്. അപ്പോൾ അതിൽ എന്തൊക്കെ എടുത്തേക്കണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രണ്ടിൽ ഓപ്പണിങ്ങിൻ്റെ അവിടെ കൊടുക്കാനുള്ള ബൈൻഡിങ്, ഫേസിങ്, അതുപോലെ തന്നെ ക്രോസ് പീസ്, ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും. അപ്പോൾ അതിൻ്റെയൊക്കെ എല്ലാത്തിൻ്റെയും മാർക്കിങ്സും നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മെഷർമെൻ്റ് ഒക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാ മെഷർമെൻറ്റ്സും നമ്മൾ ഇതിൽ മാർക്ക് ചെയ്ത് വെക്കണം. പിന്നെ ഇത് വരുന്നുണ്ട് കുട്ടികളുടെ എലൈൻ ഫ്രോക്ക് ഉണ്ടല്ലോ, ആ എലൈൻ ഫ്രോക്കാണ് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ എല്ലാ മാർക്കിങ്സും അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും. അതായത് ഫ്രണ്ട് പോർഷൻ, ബാക്ക് പോർഷൻ, ഫോൾഡിലിട്ടിട്ടാണോ നമ്മൾ കട്ട് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഗ്രേറ്റ് ലൈൻ എങ്ങനെയാണ് വരുന്നത്, എത്ര കട്ട് വേണം, എത്ര പാനൽസ് ഒക്കെ ഉണ്ട്, അതൊക്കെ പോലുള്ള എല്ലാ മാർക്കിങ്സും നമ്മൾ ഇതുപോലെ ചെയ്തിട്ടുണ്ടാവും. ബൈൻഡിങ്ങും ഫേസിങ്ങും അതൊക്കെ നമ്മൾ ഇതിൽ ഇട്ടിട്ടുണ്ടാവും. നമുക്ക് എപ്പോഴും ഫസ്റ്റ് ഇയറിൽ തയ്ക്കാനായിട്ട് വരുന്ന ഒരു എക്സാമിന് വരുന്ന ഒരു കാര്യമാണ് എലൈൻ ഫ്രോക്ക്. അപ്പോൾ അതിൻ്റെയൊക്കെ നല്ല കറക്റ്റായിട്ട് തന്നെ മെഷർമെൻറ്റ് എടുക്കാനൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. ഇതുപോലെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ പാറ്റേൺ മേക്കിങ്ങിലുള്ളത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. കൂടുതൽ വീഡിയോസ് കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.